സുവർണ കഥകളിലേക്ക് സ്വാഗതം. ഭൂതകാലത്തിൻ്റെ അതിരുകൾ. എഴുതിയത് അൻവർ MA. ഏറ്റവും അവസാനം പല പ്രാവശ്യത്തെ ആലോചനകൾക്കും കണക്കുകൂട്ടലുകൾക്കും ഒടുവിൽ മുംതാസിൻ്റെ ഡയറി പ്രസിദ്ധീകരിക്കുക എന്നു തന്നെ ഞാൻ തീരുമാനിച്ചു. അവളുടെ മേശവലിപ്പിൽ നിന്നും യാദൃച്ഛികമായി ഞാൻ കണ്ടെത്തിയ ആ ഡയറി പുസ്തകമാക്കുമ്പോൾ ഒരസാധാരണ സ്ത്രീയുടെ ഡയറി എന്നോ ഒരു വ്യത്യസ്ത വനിതയുടെ പ്രപഞ്ചമെന്നോ പേരു നൽകാമെന്നും ഞാൻ ഉദ്ദേശിച്ചു. അതിനു ചുവടെ കുറെ കൂടി ചെറിയ അക്ഷരങ്ങളിൽ ഒരു അടിക്കുറിപ്പോ വിശേഷണമോ ആയി മാനസികാപഗ്രഥനത്തിന് ഒരു ഉപകാര ഗ്രന്ഥം, ഏവർക്കും ഒരു അപൂർവാനുഭവം എന്നെഴുതുകയും വേണം. അത് വ്യാപാരത്തിൻ്റെ ഒരു തന്ത്രമെന്ന് കരുതുന്നവരുണ്ടാകും. എന്നാൽ ഇത്തരം ചില ലളിതവൽക്കരണങ്ങളിലൂടെയല്ലാതെ അവളുടെ ഡയറി അവൾ എഴുതിയ പോലെ കർക്കശ മുഖത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് ധൈര്യമില്ല. അവൾ നിസ്സഹായയാവുകയും എന്നോട് വഴക്കിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡയറി ഞാൻ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് അറിയായിക മൂലം അവൾ സദാ പ്രകോപനത്താൽ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നു രക്ഷപ്പെടാൻ അവൾ കൂടുതൽ സമയം കുളിമുറിയിലോ അലക്കുകല്ലിന് ചുവട്ടിലോ ചെലവിടാൻ തുടങ്ങി. അതൊന്നും അവളെ സഹായിച്ചതുമില്ല. കഴിഞ്ഞ ഒരു സായാഹ്നത്തിൽ ജനാലയുടെ തണലിൽ വെച്ച് എൻ്റെ കൈത്തണ്ടയിലും കഴുത്തിലുമായി തൻ്റെ കൈകൾ ചുറ്റി ദുഃഖം മാത്രം നിറഞ്ഞു നിന്ന ഒരു സ്നേഹമോ അല്ലെങ്കിൽ തിരിച്ചോ പുലർത്തുന്ന ശബ്ദത്തിൽ അവൾ എന്നോട് പറഞ്ഞു, "നീ അതെല്ലാം അറിഞ്ഞതും വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുന്നതും എന്തിനാണ്? നിനക്കതിൻ്റെ ഒരാവശ്യവുമില്ല. മാത്രമല്ല അവ ഒട്ടും സത്യമല്ല. അത് മുഴുവൻ ഞാൻ വെറുതെ സങ്കല്പിച്ചതും എഴുതിവച്ചതുമാണ്. വായിക്കുവാനുള്ള രസം കൊണ്ട് സൂക്ഷിക്കുകയും ചെയ്തു. മമ്മിയോ സഹോദരങ്ങളോ ഇല്ലാതെ പപ്പയോടൊപ്പം ഈ ഭീമാകാരമായ വീട്ടിൽ കുടുങ്ങിപ്പോയ എൻ്റെ യൗവനകാലത്ത് എനിക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത് വായിച്ച് നീ വെറുതെ ഇരുമ്പ് തിന്നുകയാണ്. എനിക്കത് തിരികെ തന്നേക്കൂ." ഞാൻ മറുപടി കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ ആത്മസ്നേഹിതനായ പ്രസാധകനുമായി ഞാൻ കരാറിലായി കഴിഞ്ഞിരുന്നു. അവൻ ഡയറി വായന കഴിഞ്ഞ് എന്നോട് അഭിപ്രായം പറഞ്ഞതിങ്ങനെയാണ്: ഒരു സ്ത്രീയുടെ മനസ്സിലേക്ക് അതിവിചിത്രവും ഭയാനകവുമായ അവളുടെ സ്വകാര്യ വഴികളിലേക്ക് ഈ ഡയറി വായനക്കാരെ എടുത്തെറിയും. ഇവൾ പഠിക്കപ്പെടുകയും ചെയ്യും. ഇവൾ ലോകമറിയേണ്ടതായ ഒരു സ്ത്രീയാണെന്ന്, തികച്ചും പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരുവളാണെന്ന് ഞാൻ പറയുന്നു. നീ ഭയപ്പെടേണ്ട, നമുക്ക് പേരുകൾ മാറ്റാം. അവളെയോ അവളുടെ ഭർത്താവായ നിന്നെയോ ആരും തിരിച്ചറിയില്ല. എങ്കിലും അവളുടെ ഡയറിയെ അവൾ തിരിച്ചറിയുമല്ലോ. പിന്നെ അവൾ അനുഭവിച്ച ജീവിതത്തിൻ്റെ കാഴ്ചകൾ ലോകത്തിൽ നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് അടിക്കുമല്ലോ. അതവൾ അതിജീവിക്കുമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. മറ്റൊരു സാധ്യതയുള്ളത് ഒക്കെയും അവൾ പറഞ്ഞതുപോലെ തന്നെ നുണകളാകാമെന്നതാണ്. അബുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ആനന്ദ ഡിസ്പെൻസറിയിൽ അവൾ 7 ദിവസം കഴിച്ചുകൂട്ടി എന്നത് വളരെ കുറഞ്ഞ ഒരു സാധ്യതയാണ്. മദ്യപാനത്താൽ കരൾ തകർന്ന അബുവിനെ മുംതാസ് ഉറക്കം വെടിഞ്ഞ് പരിചരിച്ചത്രേ. ഒടുവിൽ അബുവിൻ്റെയൊപ്പം അവൻ്റെ ഗ്രാമത്തിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തത് അവൾ വിവരിക്കുന്നു. 7 ദിവസത്തിൻ്റെ ക്ഷീണത്തിലും ബസ്സിലേക്ക് പാളി വീണുകൊണ്ടിരുന്ന വെയിലിലും പെട്ട് മുംതാസ് മയങ്ങിപ്പോയി. ഉണരുമ്പോൾ അരികിൽ അബുവില്ല. അവൻ എവിടെയോ വെച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഈ കഥ മാത്രമല്ല, ഡയറിയിലെ മറ്റു ചില ഭാഗങ്ങളും അവിശ്വസനീയമാണെന്ന് എൻ്റെ അന്വേഷണം വെളിപ്പെടുത്തി. ഡയറിയിൽ പറയും പ്രകാരം അവൾ ഡേ കെയർ സെൻ്ററായ മമ്മിയിലോ പെണ്ണുങ്ങളുടേതും അവർ മാത്രം ജോലി ചെയ്യുന്നതുമായ ഷാരൺ എന്ന തയ്യൽ സ്ഥാപനത്തിലോ അതേ അപ്പാർട്ട്മെൻറ്റ്സിലുള്ളതും അതിൻ്റെ തന്നെ ഒരു സിസ്റ്റർ കൺസേണുമായ ഡയമണ്ട് റെസ്റ്റോറൻറ്റിൽ കാഷ്യറായിട്ടോ ജോലി നോക്കിയിട്ടില്ല. അവൾ പഠിച്ചത് പക്ഷേ ഈ സ്ഥാപനങ്ങളുമായി ബന്ധം പുലർത്തുന്നതും ഇവയ്ക്ക് സമീപവുമായ ലിറ്റിൽ ബ്ലോസംസ് ഗേൾസ് സ്കൂളിലായിരുന്നു. സ്കൂളിൻ്റെ കമ്പൗണ്ടിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ സ്കൂളിൻ്റെ പഴയ കാലത്ത് ചാപ്പൽ നിന്നിരുന്ന സ്ഥലവും പുരാതന കെട്ടിടമായ ചാപ്പൽ തന്നെയുമാണ് ഇന്നത്തെ ഈ സ്ഥാപനങ്ങൾ. ഈശോ മിശിഹായോടുള്ള പ്രാർത്ഥനയും സ്തോത്രഗീത പുസ്തകങ്ങളുമായി ഒരു കാലത്ത് മുംതാസും പോയി നിന്നിട്ടുണ്ടാവണം പഴയ ചാപ്പലിൽ. ചാപ്പലിനെ കുറിച്ച് ഡയറി അപ്രധാനമായ ഒരിടത്ത് സംസാരിക്കുന്നുണ്ട്.
മൂകതയും ഉയരവുമാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് അവൾ എഴുതുന്നു. ഉയരമെന്നു വച്ചാൽ ചുവടെ നിന്നു നോക്കുന്ന ഒരാൾക്ക് മേൽക്കൂര കാണാനാവില്ല. പകരം തണുത്തു നിശബ്ദമായ ഇരുട്ട്. അവിടെ നിൽക്കുമ്പോൾ അവൾക്കു താൻ തീരെ ചെറുതെന്ന് തോന്നിയിരിക്കണം. അവൾ എഴുതുന്നു, ചാപ്പലിൻ്റെ ഈ ഉയരം അവിടെ ദൈവവും അവൻ്റെ ഏകാന്തതയും മുറിവുകളുമുണ്ടെന്ന് വിശ്വസിക്കുവാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചാപ്പലിൻ്റെ മേൽക്കൂരയിൽ പച്ച നിറമാർന്ന 2 കൊച്ചു ചില്ലോടുകൾ ഉണ്ടായിരുന്നു. അവ താഴേക്ക് വെളിച്ചമൊന്നും തന്നിരുന്നില്ല. അങ്ങു മുകളിൽ ചെറിയ 2 തിളക്കങ്ങൾ മാത്രം. അവ ഒരാളുടെ കണ്ണുകളാണെന്ന് ഞാൻ സങ്കൽപ്പിച്ചു. സ്നേഹത്താലും കാരുണ്യത്താലും കവിഞ്ഞ ഒരപ്പാപ്പൻ്റെ കണ്ണുകൾ. വലുതാകുമ്പോൾ എന്നുവച്ചാൽ ശരിക്കും വൃദ്ധയായി കഴിയുമ്പോൾ ഞാൻ ദൈവത്തെക്കുറിച്ച് ഒരു സിനിമയെടുക്കുമെന്നും അതിൽ ആന്റണി ക്വിൻ എന്ന നടനെ ദൈവമായി അഭിനയിപ്പിക്കുമെന്നും കരുതിയിരുന്നു. ആ ചാപ്പലാണ് 2 നിലകളായി മാറി മുകൾ ഭാഗം അമ്മയും ഷാരണും താഴെ വിശാലമായ ഡയമണ്ടും ആയിത്തീർന്നത്. മുകളിലേക്ക് കയറുവാൻ പ്രാചീന തടി ഗോവണികളാണ്. നിലകളെ വേർതിരിക്കുന്നതും തടി പാകിയാണ്. എല്ലാം യോജിക്കുന്നു. ഇതുമായി യോജിക്കാത്തത് മുംതാസിൻ്റെ ഡയറി മാത്രം. എൻ്റെ പഠനം മുഴുവൻ വെർജിൻ മേരി സ്കൂളിലായിരുന്നുവെങ്കിലും എനിക്ക് ലിറ്റിൽ ബ്ലോസംസിൽ നിന്ന് 3 കൂട്ടുകാരികളുണ്ടായിരുന്നു. ജൂലിയും അന്നമ്മയും മീരയും. അവരിൽ മീരയായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഞങ്ങളുടെ സ്നേഹം തന്നെയായിരുന്നു, മറ്റൊന്നുമായിരുന്നില്ല. എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ചെലവിട്ടു. മറ്റു പല കുട്ടികളെയും പോലെ മടി പിടിച്ച് ഞാൻ ഒരു ദിവസവും സ്കൂളിൽ പോകാതിരുന്നിട്ടില്ല. കാരണം മീരയെ എനിക്കെന്നും കാണണമായിരുന്നു. അവളോടൊപ്പം നടക്കണമായിരുന്നു. ഒരുമിച്ച് ബാത്റൂമിൽ പോകണമായിരുന്നു. സ്കൂൾ വിട്ട് എന്നും വീട്ടിലേക്ക് പോരുന്നതിലായിരുന്നു എനിക്ക് സങ്കടം. അവൾ ബോർഡിങ്ങിലാണ് താമസിച്ചത്. ഞാനും അവളോടൊപ്പം അവിടെ താമസിക്കുവാൻ ആഗ്രഹിച്ചു. ഇവിടെ വച്ചാണ് ഞാൻ ആകെ ചിരിച്ചുലഞ്ഞത്. ലിറ്റിൽ ബ്ലോസംസിലും വെർജിൻ മേരിയിലും പഠിക്കുന്ന 2 സ്നേഹിതകൾ. അവർ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു. വിശ്വസനീയമായ രീതിയിൽ എഴുതുന്നതിനിടയിൽ ഈയൊരു വൈരുദ്ധ്യം മുംതാസ് ഓർമ്മിച്ചിരിക്കില്ല. എല്ലായ്പ്പോഴും വായിച്ചിട്ടും പിന്നീട് ഒരിക്കലും ഇതു കണ്ടെത്താനും അവൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ അവളുടെ ഒരു ചില്ലറ പിഴവിൽ നിന്നും അവളുടെ വിദ്യാഭ്യാസം ലിറ്റിൽ ബ്ലോസംസിലായിരുന്നു എന്ന് ഞാൻ കണ്ടുപിടിച്ചു. പിന്നീട് അവളുടെ സ്കൂൾ രേഖകളും ബുക്കുകളും അന്വേഷിച്ചു പിടിച്ച് കിൻഡർഗാർട്ടൻ, നഴ്സറി സ്കൂൾ മുതൽ അവൾ ലിറ്റിൽ ബ്ലോസംസിലായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തയ്യൽ കട, റെസ്റ്റോറൻറ്റുകളുമായുള്ള ബന്ധത്തെ കുഴച്ചു മറിക്കാനാവണം ഇങ്ങനെയൊരു മാറ്റിയെഴുതലിലൂടെ അവൾ ശ്രമിച്ചത്. മറ്റാരെങ്കിലും എന്നെങ്കിലും ഡയറി വായിച്ചേക്കുമെന്ന് എത്രയോ രഹസ്യമായി അത് സൂക്ഷിച്ചു വച്ചിരുന്ന അവൾ ഭയം പുലർത്തി കാണണം. സ്കൂളിൻ്റെ കാര്യം പോകട്ടെ, അതിനേക്കാൾ അവിശ്വസനീയവും അത്ഭുതകരവുമായ കാര്യം അവൾ ഡയറി കുറിച്ച കാലത്ത് ഡയമണ്ടും മമ്മയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ചാപ്പൽ അതല്ലാതാവുകയും അതിനെ 2ആയി ഭാഗിക്കുകയും പുതിയ ചാപ്പൽ കോൺക്രീറ്റ് മന്ദിരത്തിൽ ചെന്നു ചേരുകയും ചെയ്തിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സായി മാറിയ പഴയ ചാപ്പലിൻ്റെ 2ാം നിലയിൽ ഒരു മൂലയ്ക്ക് ഷാരൺ തുന്നൽശാല മാത്രം നടന്നു പോന്നിരുന്നു. അതിനു പുറമെ ആ നിലയിൽ ഉണ്ടായിരുന്നത് ഒരു പെഗി ഫ്ലവേഴ്സ് ആയിരുന്നു. പൂക്കൾ കൊണ്ട് വിവിധ സാധനങ്ങൾ നിർമ്മിക്കുകയും മറ്റു കരകൗശല വസ്തുക്കളെല്ലാം സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്ന ഒരു സ്ഥാപനം. അതിനെക്കുറിച്ചും അവളുടെ ഡയറിയിൽ പറയുന്നുണ്ട്. ഞാൻ പെഗിയിൽ പോയി. പിന്നെ ഞാനും മീരയും കൂടി അവിടെ നിന്നിറങ്ങി വന്നു. ഞങ്ങൾ കോളേജിലേക്ക് പോയി എന്നും മറ്റും ചിലയിടത്ത് എഴുതി കാണാം. അന്ന് ഷാരണിനെ അവൾ ശ്രദ്ധിച്ച മട്ടില്ല. ഡേ കെയർ സെന്ററും റെസ്റ്റോറൻറ്റും വന്നത് അടുത്ത കാലത്താണ്. എന്നിട്ടും ആ പേരുകൾ അവൾക്ക് എങ്ങനെ കിട്ടി? എവിടെ നിന്നാണ് അവൾ അത് ഊഹിച്ചുണ്ടാക്കിയത്? എനിക്കും പ്രസാധക സുഹൃത്തിനും പുറമെ ഒരു സൈക്യാട്രിസ്റ്റും ഈ ഡയറി ഇതിനോടകം വായിച്ചിരുന്നു. ഞാൻ അയാൾക്കത് വായിക്കുവാൻ നൽകുകയും മുംതാസിനെ കുറിച്ചൊരു ബ്രീഫ് വിവരണം നടത്തുകയും ചെയ്തത് അവളുടെ മാനസിക നിലയെക്കുറിച്ച് വിദഗ്ധാഭിപ്രായം അറിയുന്നതിനാണ്. എന്നാൽ വായനയ്ക്കു ശേഷം ഡോക്ടർ മുഖമുയർത്തി എനിക്കു നേരെ, ഇതിലെന്താണ് പ്രശ്നം? ഞാൻ മൃദുവായി നടുങ്ങുകയായി. ആർക്കാണ് ഭ്രാന്ത്? മുംതാസിനോ അതോ തനിക്കോ എന്നാവും അയാൾ അടുത്തതായി ഉച്ചരിക്കുക എന്ന് ഞാൻ ഭയന്നു. അതിനാൽ ഒരക്ഷരം തുടർന്ന് സംസാരിക്കാൻ നിൽക്കാതെ തികച്ചും അസ്വാഭാവികമായ ചുവടുവെപ്പുകളോടെ ഞാൻ തിരിഞ്ഞു.
വാതിലടയും മുമ്പ് ഡോക്ടർ പിന്നിൽ കനം കുറഞ്ഞ കാറ്റായി വന്നു പറഞ്ഞു, വായിക്കാൻ കൊള്ളാം, നിങ്ങളിത് പ്രസിദ്ധീകരിക്കൂ. കുറച്ചു കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് 1000 പെൺകുട്ടികളുടെയെങ്കിലും കത്തു വരാതിരിക്കില്ല. അവർക്ക് നിങ്ങൾ എൻ്റെ മേൽവിലാസം നൽകുക. ഞാൻ നിങ്ങൾക്ക് ഉയർന്ന കമ്മീഷൻ തരാം. ഓർത്തു നോക്കൂ, സുന്ദരികളായ പെൺകിടാങ്ങളുടെ സ്വകാര്യ എഴുത്തുകൾ നിങ്ങൾക്ക്, അവരുടെ സ്നേഹം നിങ്ങൾക്ക്, ആശ നിങ്ങളിൽ, അവരുടെ രക്ഷാധികാര ഭാവം നിങ്ങൾക്ക്, എൻ്റെ വക കമ്മീഷൻ നിങ്ങൾക്ക്. ഞാനും ഒന്ന് പച്ച പിടിക്കട്ടെ. തീപാറുന്ന വെയിലിലൂടെ ഞാൻ നേരെ ശാരൻ കോംപ്ലക്സിലേക്ക് നടന്നു. നേരെ വഴിക്ക് അകത്തു കടക്കാതെ ഞാൻ പ്രയാസകരമായ സാഹസികതയോടെ പിൻമതിലു ചാടി ലിറ്റിൽ ബ്ലോസം സ്കൂൾ കോമ്പൗണ്ടിലൂടെ കോംപ്ലക്സിന്റെ മൂകമായ പിൻഭാഗത്തെത്തി. നഗരത്തിനും ആ കെട്ടിടത്തിനുമിടയിൽ 1.5 പൊക്കം വരുന്ന ഒരു മതിലു മാത്രം. എന്നാൽ ആ മറയ്ക്കിപ്പുറം പ്രാർത്ഥനാനിർഭരമായ നിശബ്ദത. പുറകിൽ നിന്നും കാണുമ്പോൾ ആ കെട്ടിടം ഇപ്പോഴും ഒരു പുരാതന ദൈവഭവനം തന്നെയായിരുന്നു. അല്പാൽപ്പം അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു ചാപ്പലും ഏറ്റവും ഏകാഗിയായി തീർന്നൊരു പടുകൂറ്റനും പടുവൃദ്ധനുമായ പിതാവുമെന്ന് അങ്ങേയറ്റം വിചാരിക്കാം. വിളക്കുകാലുകൾ നീക്കം ചെയ്ത അടയാളങ്ങൾ, ചായം മാഞ്ഞു വികൃതമായ വിവിധ വർണ്ണജാലങ്ങൾ, പരന്ന ഓടുകൾ, ചുവന്ന പരുക്കൻ തറയോടുകൾ, കെട്ടിടത്തിനാകെ അനുഭവപ്പെടുന്ന എന്നാൽ അയഥാർത്ഥവുമായ ചില വളവുകളും ചെരിവുകളും വീണ ഈശ്വരോചിതമായ ഉയരം. ഒരു വിജന നദീതീരത്തോ ടോൾസ്റ്റോയിയുടെ ഒരു ലഘു നോവലിന്റെ പകുതിക്കോ നിന്നുപോയ ഒരുവനെ കണക്ക് ഉദിച്ച ഹൃദയവുമായി ഞാൻ അവിടെ നിന്നു. പെട്ടെന്ന് മതിലിനക്കരെ നിന്നും ഒരു വാഹനാപകടത്തിന്റെ ഉരുക്കു സംസാരവും കരച്ചിലും എന്നെ പിളർത്തിയപ്പോൾ ഞാൻ അത്ര നേരവും പ്രാർത്ഥനയിലായിരുന്നുവെന്നെനിക്ക് തോന്നി. ഇതുവരെ ഞാൻ കാണാതിരുന്ന ചില അഭയ കവാടങ്ങളിലൂടെ ചാപ്പലിന്റെ മച്ചിൽ നിന്നു പുറത്തേക്കും വീണ്ടും അകത്തേക്കും പ്രാവുകൾ പറന്നു. സ്വപ്നതുല്യം ഓർക്കാൻ കഴിയാതിരുന്ന ആ പ്രാർത്ഥനയുടെ ഹൃദയ ഗാംഭീര്യവുമായി ഞാൻ പിന്നാമ്പുറത്തെ ഉപയോഗരഹിതമായ തടികോവണി ചവിട്ടി 2ാം നിലയിൽ പ്രവേശിച്ചു. 2ാം നിലയുടെ തുടക്കത്തിലെ 2 മുറികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഉയർത്താനും താഴ്ത്താനുമാകുന്ന ചെരിഞ്ഞ വാതിൽപാളികളിൽ ഒരു കഷണം അപ്രത്യക്ഷമായിരുന്നു. അതിലൂടെ അപ്രത്യക്ഷമായ ചതുരക്കാഴ്ചയിൽ ഒരു മുറി നിറയെ ഇരുട്ടും ശൂന്യതയും മാത്രം. 2ാമത്തെ മുറി പക്ഷേ സ്വയം പരിചയപ്പെടുത്തി. അതിൻ്റെ തകർന്ന ജനൽ തടിയുമായി ആണി തറച്ചിരുന്നത് ചെറിയ ഒരു പഴയ ബോർഡ് കൊണ്ടായിരുന്നു. അതിൽ സ്നേഹപൂർവ്വം വിരലോടിച്ചുകൊണ്ട് ഞാൻ വായിച്ചു, പെഗി ഫ്ലവേഴ്സ്. അതേ നിമിഷം ബിഥോവന്റെ മൂൺലൈറ്റ് സൊനാറ്റ എനിക്ക് 4 പാടു നിന്നും ആരംഭിച്ചതായി ഞാൻ കേട്ടു. എനിക്ക് മുമ്പിൽ ഒരു സാമ്രാജ്യം ഉയർന്നതുപോലെ ഉദയത്തേക്കാൾ മങ്ങിയ മെഴുകുതിരി വെളിച്ചങ്ങൾക്കിടയിൽ പൂക്കൾ ഒരുക്കുന്ന യുവതികളുടെ വിദൂര ജനാല ദൃശ്യം. മുട്ടോളമെത്തുന്ന കൊച്ചു പാവാടയും ചെറിയ കൈകളുമുള്ള ഉടുപ്പും ധരിച്ച അവരുടെ വെളുത്ത കൈകാലുകളും മുഖങ്ങളുമാണ് മെഴുകുതിരി വെളിച്ചത്തിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നത്. അവരവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവ വെളിച്ചമില്ലാതെയാവും കത്തുക. അതിനെന്താണു തെളിവ്? ഇടയ്ക്കിടെ വർണ്ണനൂലുകൾ എടുക്കാൻ ഭിത്തിയിലെ തട്ടിലേക്ക് അവർ പൂക്കളാൽ നനഞ്ഞ കൈ ഉയർത്തുമ്പോൾ അവരുടെ ഇളം ചുമലുകൾക്കിങ്ങേപ്പുറം ഉടുപ്പുകൾ പിടച്ചു വിടരുന്ന നിമിഷങ്ങളിലും തുടയിൽ വെച്ച് ഇലകൾ ക്രമീകരിക്കുവാൻ അവർ ഒരു കാൽ കസേരയിലേക്ക് ഉയർത്തിവെക്കുന്ന ലളിത സന്ദർഭങ്ങളിലും മുറിയാകെ മെഴുകുതിരികളില്ലാതെ തന്നെ പ്രകാശിച്ചു തുളുമ്പി തരള സംഗീതമായി മാറി എന്നതുതന്നെ. അന്നേരം പെൺകുട്ടികളുടെ സൗമ്യ ചലനങ്ങൾക്കും മൃദുല ഭാഷണങ്ങൾക്കും മധ്യേ നിന്ന് 2 പേർ എഴുന്നേറ്റു. 2 ലോകങ്ങൾക്കിടയിൽ മരം കരയുന്ന വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് മീരയും മുംതാസും പുറത്തു വന്നു. ഡയമണ്ട് റെസ്റ്റോറൻറ്റിൽ ചായ സൽക്കാരം വൻ സന്നാഹത്തോടെയാണ്. ഒരു ടീ സെറ്റപ്പോടെ നമുക്ക് മുൻപിൽ നിരത്തും. ധാരാളം കസേരകൾ. എത്രയധികം ആളുകൾ വന്നു കയറിയാലും അവശേഷിക്കുന്ന ഇരിപ്പിടങ്ങൾ. ഒരു ചായ മാത്രം സ്വീകരിച്ചുകൊണ്ട് പ്രഭാതം മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നാലും അവർ ഇറക്കി വിടുകയില്ല, മുഷിയുകയുമില്ല. കൗണ്ടറിലിരുന്ന് ഗ്രേസി എന്ന സുന്ദരിയായ യുവതി ബില്ലുകൾ കൈകാര്യം ചെയ്യുകയും അല്ലാത്ത പക്ഷം കൈത്തയ്യലിൽ മുഴുകിയിരിക്കുകയും ചെയ്യും. ഇരിപ്പിടങ്ങൾക്കിടയിലൂടെ പോക്കറ്റിൽ ചെറിയ കത്തിയും കൈയുറയും കൈലേസും തിരുകിയ അടുക്കള വേഷം ധരിച്ച പെൺകുട്ടികൾ നടക്കും.
മിസ് ബേക്കർ എന്ന ആംഗ്ലോ ഇന്ത്യൻ വൃദ്ധ സദാസമയവും അടുക്കളയിൽ നിന്ന് കലവറയിലേക്കും തിരിച്ചും കൈകളിൽ ഉരുളക്കിഴങ്ങുകളോ കാബേജുകളോ പേറിക്കൊണ്ട് സഞ്ചരിക്കും. ഓരോ പ്രാവശ്യം എൻ്റെ നേർക്ക് അവർ നിഷ്കളങ്കമായി പുഞ്ചിരിക്കും. തിരികെ ഞാനും. ഇടയ്ക്കിടെ ഗ്യാസ് സിലിണ്ടറോ പച്ചക്കറികളോ നിറച്ച ഒരു ഓട്ടോറിക്ഷയിൽ അന്നമ്മ മുറ്റത്തു വന്നിറങ്ങും. തലയ്ക്ക് മുകളിൽ പലകകളിൽ നേരിയ ചലനവും മുഴക്കവും സൃഷ്ടിച്ചുകൊണ്ട് ഷാരണിലെ തയ്യൽ യന്ത്രങ്ങൾ ഇടതടവില്ലാതെ ചിലച്ചുകൊണ്ടിരിക്കും. പൊടുന്നനെ മമ്മയിൽ നിന്നൊരു കൊച്ചു പെൺകിടാവിൻ്റെ കരച്ചിൽ മഴ, ഒരു കളിപ്പാട്ടത്തിൻ്റെ സ്നേഹ സാന്ത്വന സ്വരങ്ങൾ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഒരു ഇംഗ്ലീഷ് താരാട്ടിൻ്റെ മങ്ങിയ ഊഞ്ഞാൽ താളം. ഇവയെല്ലാം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഡയമണ്ടിൻ്റെ ഏറ്റവും ഒഴിഞ്ഞ ഒരു കോണിൽ ഗ്രേസിയുടെ താക്കീതു നിറഞ്ഞ നോട്ടം കാണാത്തതുപോലെ ഒരു സിഗരറ്റ് സാവധാനം രുചിച്ചും ചായ മുത്തിയും മുംതാസിൻ്റെ ഡയറിയിൽ മമ്മയെക്കുറിച്ച് വായിച്ചു. എൻ്റെ സന്തുഷ്ടിയുടെ ഗൃഹമായിരുന്നു മമ്മ. ഒരൽപ്പം നല്ല ഹൃദയമുള്ളൊരുവൾക്ക് ലോകത്തേതു കുഞ്ഞിനെയും തൻ്റേതെന്ന പോലെ സ്നേഹിക്കുവാനാകുമെന്ന് പണ്ടേ ഞാൻ മനസ്സിലാക്കിയിരുന്നു. മീരയോട് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. മമ്മയിൽ ക്രെഡിലിലും പുൽപ്പായകളിലും ഉച്ചമയങ്ങുന്ന കുഞ്ഞുങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഞാൻ അതെല്ലാം പല പ്രാവശ്യം ഓർമ്മിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളാണിവർ എന്ന വിചാരത്തോടെ ചിലരെയെല്ലാം ചെന്നു സ്പർശിക്കുന്നു. ചിലരുടെ ഉറക്കം വെറുതെ നോക്കി നിൽക്കുന്നു. ഇടയ്ക്കുണരുന്ന കുഞ്ഞുങ്ങളുടെ മേൽ മാലാഖ സംഗീതമുയർത്തി ഉറക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നതാണ് എൻ്റെ ഏറ്റവും വിചിത്രമായ സ്വകാര്യ ആഹ്ലാദം. ഞാൻ നൽകുന്ന പേരുകൾ അവരുടെ അച്ഛനമ്മമാർ സ്വീകരിക്കുകയില്ലെന്നറിഞ്ഞിട്ടും ഞാൻ രഹസ്യമായി അവരുടെ മുടിയിഴകളിൽ കൈതിരുകി അവരെ ഓമനിച്ചുകൊണ്ടിരുന്നു. അന്ന, നികിത, താന്യ, അലി, ബോറിസ്, എൻ്റെ ബോറിസ്. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയും തിളങ്ങുന്ന മിഴികളുമുള്ള മറീനയെ എൻ്റെ മാറിടത്തോട് ചേർത്തു നിർത്തി ഞാൻ മീരയെന്ന് വിളിച്ചു. ദിവസേന അവളുടെ അടിയുടുപ്പുകൾ ഞാൻ മാറ്റി. എൻ്റെ കൈകൾ അലക്കുകാരനറിയാതെ അവയെ പരിപാലിച്ചു. ഞാൻ മാത്രം അവയോടിടപഴകി. അബു എന്നു മാത്രം ഞാൻ ആരെയും വിളിച്ചില്ല. ഓരോ പുതിയ ആൺകുഞ്ഞും വരുമ്പോൾ ഞാൻ ആ പേരാണ് ഓർമ്മിക്കുക. ഓടിപ്പോയി ഫോണെടുത്ത് മീരയെ ഡയൽ ചെയ്യും. അവൾ നിശബ്ദമായ എൻ്റെ ചെവിയിൽ ഹലോ ഹലോ എന്നാവർത്തിച്ചുകൊണ്ടിരിക്കും. ഡിസിലൂഷൻ എന്ന ഗാനമാകുന്നു എനിക്ക് അവളുടെ സ്വരം. അധ്യായങ്ങളായി പകുത്താൽ ഡയറിയുടെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ കുറച്ചു പേജുകളിൽ അബു എഴുതിയ കവിതകളാണ്. കവിതകൾ വായിച്ചാൽ രക്ഷപ്പെടാനിടയുണ്ടായിരുന്ന ഒരാൾ എന്നു തോന്നും. കവിതകൾക്കൊരു ഹൃദയമുണ്ട്. പിന്നെന്തുകൊണ്ട് അബു എന്ന പേരിൽ ഒരു കവി ഉണ്ടാകാതെ പോയി? ഒരു പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കില്ലെന്നും മുംതാസ് തന്നെയാവും കവിതകളുടെ രചയിതാവെന്നും ഞാൻ സംശയിച്ചു. അപ്പോൾ മുഖത്തടിക്കുന്നത് പോലെ ഒരു തെളിവ്. ഡയറിയോടൊപ്പം മുംതാസ് പൊന്നുപോലെ സൂക്ഷിച്ചു വച്ചിരുന്ന കോളേജ് മാഗസിനിൽ അബുവിൻ്റെ കവിത. അതിൽ മീരയും ഒരു കവിത എഴുതിയിരിക്കുന്നു. അതിൻ്റെ പേർ ജീവിതം എന്ന്. മാഗസിൻ്റെ കലാനിർവഹണം അബു ആയിരുന്നു എന്ന് അവസാന പുറത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മീരയുടെ കവിതയ്ക്ക് അവൻ 2 ചിത്രങ്ങൾ ചേർത്തിരിക്കുന്നു. ഒന്ന് പിക്കാസോയുടെ വീപ്പിംഗ് വുമൺ, അടുത്തത് കൊക്കോഷ്കയുടെ ഒരു ഡ്രോയിങ് ആണ്. അതിലൊരു സ്ത്രീയും പുരുഷനും അടങ്ങുന്ന മുറി. അവിടെ മേശമേലൊരു മെഴുകുതിരി എരിയുന്നു. വാതിലിനു പുറത്ത് ശീതളമായ ചന്ദ്രപ്രകാശം. യുവതി ഒരു കൈ മെഴുകുതിരിക്കു നേരെ നീട്ടി മറുകൈ നിലാവിലേക്ക് ചൂണ്ടിയിരിക്കുകയാണ്. തൻ്റെ കവിതയുടെ പേർക്ക് അവൻ ഒന്നുമാത്രം ചെയ്തു. പ്രേമലേഖനം എന്നു പേരുള്ള അത് മീരയുടെ കവിതയുടെ അടുത്തു ചേർത്തു വച്ചു. ഒരു പെണ്ണിനെ ഇറുകെ ഇറുകെ ആലിംഗനം ചെയ്യുന്ന ഒരു കവിതയായിരുന്നു അത്. പല പാരായണങ്ങളിലൂടെ ഹൃദിസ്ഥമായി കഴിഞ്ഞിരുന്ന ആ കവിത ഞാൻ ഡയമണ്ടിൻ്റെ ഏകാന്ത മൗനത്തിലിരുന്ന് മനസ്സിൽ വായിച്ചു. തരിക നിന്റെ പല്ലുകളുടെ മൂർച്ചയിൽ നിന്ന് ഒരു മുറിവിൻ്റെ ആഴം, കൈവിരലുകളിൽ നിന്ന് ചോര നിറഞ്ഞൊരാലിംഗനം, കാൽനഖങ്ങളുടെ കിരുകിരുത്ത ജനാല ദൃശ്യങ്ങൾ, ചുമലുകളുടെ ശബ്ദങ്ങൾ. അവ അടയുന്നു, തുറക്കുന്നു. മുഖത്തിൻ്റെ കടൽ തുല്യമാം തിരയടി, തൊലിയുടെ കാപ്പിത്തോട്ടം. ആ വരികൾ റെസ്റ്റോറൻറ്റിൻ്റെ ചുവരുകളിൽ മൗനമായി അലയടിച്ചു. മുംതാസിൻ്റെ ഒപ്പം ഉറങ്ങുമ്പോൾ ഇരുട്ടിൽ അവളുടെ ഹൃദയമിടിപ്പ് ശ്രവിക്കുന്നത് പോലെയായിരുന്നു അത്.
ഞാൻ തുടരെ തുടരെ സിഗരറ്റ് വലിച്ചു. പിന്നെ മേശമേൽ തല കുമ്പിട്ട് അസ്വസ്ഥതയോടെ ഒന്ന് മയങ്ങി. മയക്കത്തിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മീര മുംതാസിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മറ്റു പലതുമുണ്ടായിരുന്നു. ഉറക്കം വിട്ടെഴുന്നേറ്റ അവർ രണ്ടാളും പരിപൂർണ നഗ്നരായും കന്യകാ പരിശുദ്ധിയോടും കൂടി ചില്ലുകളാൽ നിർമ്മിച്ച ഒരു കുളിമുറിയിൽ നിന്ന് കുളിക്കുന്നത്, കാറുകളും ജീപ്പുകളും അന്യോന്യം ഇടിച്ചു തകരുന്നത്, പുരയുടെ ഉയരത്തിൽ നിന്ന് ഒരു കൂറ്റൻ വൃദ്ധൻ കാറ്റുപോലെ നിലത്തേക്കു ചാടുന്നത്, കനത്ത മഞ്ഞുഫലകങ്ങൾ എൻ്റെ തന്നെ മേലേക്ക് വീഴുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഞെട്ടിയുണർന്നു. ഒന്നുമില്ല, യാതൊന്നുമില്ല. ഗ്രേസിയുടെ തുന്നൽ സൂചിയിൽ നിന്ന് കൈലേസുകളിലേക്ക് പൂക്കൾ വന്നു വീഴുന്നുണ്ട്. എൻ്റെ പ്രസാധക സുഹൃത്തിനെ ഹരം കൊള്ളിച്ചത് മുംതാസിൻ്റെ ഡയറിയുടെ അവസാന ഘട്ടങ്ങളായിരുന്നു. അബുവിൻ്റെയും മീരയുടെയും വിവാഹാനന്തര ആദ്യ നാളുകൾ വിവരിക്കുന്ന ആ ഭാഗം തീർച്ചയായും സൗന്ദര്യത്തിൻ്റെ ഒരിരുണ്ട വനം തന്നെയായിരുന്നു. പുസ്തകത്തിൻ്റെ കവർ നമുക്ക് വീപ്പിംഗ് വുമൺ കൊടുക്കണം, അവൻ പറഞ്ഞു. ഒരു ചെറിയ ജാലകത്തിൻ്റെ ഏകാന്തതയിൽ കരയുന്ന മുംതാസിൻ്റെ മുഖം ഞാൻ സങ്കൽപ്പിച്ചു. ഈ അധ്യായത്തിൻ്റെ പേര് കറിവേപ്പിലയുടെ ഗന്ധം എന്നായിരിക്കും, അവൻ തുടർന്നറിയിച്ചു. ഞങ്ങൾ രണ്ടും ദർബാർ എന്ന മദ്യശാലയുടെ ഇരുട്ടിലായിരുന്നു. ഇടതുവശത്തുനിന്ന് നേർത്തൊരു വെളിച്ചം വീണിരുന്നതിൽ ഡയറി തുറന്ന് എനിക്ക് കൂടി കേൾക്കാവുന്ന ശബ്ദത്തിൽ അവൻ കറിവേപ്പിലയുടെ ഗന്ധം വായിച്ചു. ആളനക്കം കുറഞ്ഞ ദർബാറിലെ സ്വപ്നാവസ്ഥയിലേക്ക് എവിടെ നിന്നെന്നില്ലാതെ ഒഴുകിവന്നു വീഴുന്ന വാക്കുകൾ. മീര എൻ്റെ ദേഹത്തിൽ ചാരിയിരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ ദേഹം ചുറ്റി വരിഞ്ഞുകൊണ്ടു. അവളുടെ ഗന്ധം വിദൂര സംഗീതം പോലെ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അത് കറിവേപ്പിലയുടെ ഹരിത സുഗന്ധമാണോ? എനിക്ക് മനസ്സിലായില്ല. ക്ലാസിൻ്റെ നാലുപാടു നിന്നും പാഞ്ഞെത്തിക്കൊണ്ടിരുന്ന ഉച്ചവെയിലിൻ്റെ അജ്ഞാത സൗരഭ്യമാണവൾ പുറപ്പെടുവിക്കുന്നതെന്ന് ഞാൻ ശ്വസിച്ചു. മീരയുടെ മാറിടത്തിന് കറിവേപ്പിലയുടെ മണമാണെന്ന് അബു പറഞ്ഞതെന്ത് എന്നു ഞാൻ ആലോചിച്ചു. അവനതെങ്ങനെ അറിയാം? അവൻ അവളോടൊപ്പം ഉറങ്ങിയിട്ടില്ലല്ലോ. അതോ അവൾ വസ്ത്രത്തിനുള്ളിൽ മാറിടത്തോട് ചേർത്ത് പുലർച്ചെ വിരിഞ്ഞ കറിവേപ്പിൻ ചില്ലകൾ സൂക്ഷിക്കുന്നുവെന്നവൻ കരുതുന്നുണ്ടോ? ഈ എഴുത്തുകാർക്കെല്ലാം മാറിടത്തിൻ്റെ വിചാരമേയുള്ളൂ മീര. അബു തന്നെ വേറെ പെൺകുട്ടികളുടെ മാറിടത്തിൻ്റെ ഗന്ധത്തെപ്പറ്റി അവർക്ക് കവിതകൾ എഴുതിയത് എനിക്കറിയാം, ഞാൻ പറഞ്ഞു. അവർക്കാർക്കെങ്കിലും കറിവേപ്പിലയുടെ സുഗന്ധമുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാകുമോ? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. പിന്നെ നിഷേധാർത്ഥത്തിൽ മൗനത്തിലൂടെ തലയാട്ടുകയും ചെയ്തു. ഞാൻ കടൽ തീരത്ത് ഒറ്റപ്പെട്ട ഒരുവളായി. വയലറ്റ് പൂക്കളുടെ ഒരു കൊച്ചു തോട്ടമായ അവളുടെ ബ്ലൗസിനു മീതെ കൈചുറ്റി ഞാനിരുന്നു. കറിവേപ്പിലയുടെ മണം അല്പം പോലും എനിക്കു ലഭിച്ചില്ല. നാളെ രാവിലെ തന്നെ പ്രസാധക സുഹൃത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഡയറി പ്രസിദ്ധീകരണത്തിന് ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ച രാത്രി എൻ്റെ മനസ്സ് സ്വസ്ഥമായി. ഞങ്ങളുടെ മുറിയിലെ വിശാലമായ കട്ടിലിൽ മുംതാസ് ഒറ്റയ്ക്കു കിടന്നുറങ്ങുന്നു. അവളുടെ മുഖത്തുനിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ഉത്കണ്ഠയും നിരാശയും മാഞ്ഞുപോയിരുന്നു. വെന്റിലേറ്ററിലൂടെ പ്രവേശിച്ചിരുന്ന ചെറിയ കാറ്റിൽ ജനാലവിരികളും വസ്ത്രങ്ങളും സാവധാനമിളകുന്നു. ഈ മുറിയിലാണ് മീരയും അബുവും വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ രഹസ്യമായി പാർത്തത്. ഈ കട്ടിലിൽ അവർ ഒരുമിച്ച് കിടന്നുറങ്ങി. മുംതാസിൻ്റെ ജീൻസും ഉടുപ്പും ധരിച്ച മീര, കേണൽ മാത്യു പനംപുന്നയിൽ എന്ന പപ്പയുടെ കാലുറകൾ എപ്പോഴും അരയിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് ഒരു കൈയാൽ മീരയെ അടക്കിയെടുത്തുമ്മ കൊടുക്കുന്ന അബു. മുംതാസിൻ്റെ ഉടുപ്പ് മീരയുടെ ദേഹത്തു നിന്നഴിച്ചെടുക്കുകയാണവൻ. അവർ രണ്ടാളും അറിയാതെ മുറിയുടെ ചെറുകണ്ണുകളിലൂടെ അവരുടെ രഹസ്യങ്ങൾ കാണുന്നത് മുംതാസ്. അവളുടെ ഉടലാകെ പൊട്ടിപ്പൊട്ടിപ്പോകുന്ന ഞരമ്പുകൾ. മുംതാസിൻ്റെ പ്രിയപ്പെട്ട ഉടുപ്പ് തറയിൽ മീരയുടെ കാൽച്ചുവട്ടിലാണ്. അതിൽ ചവിട്ടി നിൽക്കുന്ന മീരയുടെ ഇരുനിറമാർന്ന ഉജ്ജ്വല മാറിടം ഇപ്പോൾ അബുവിൻ്റെ പ്രിയ സംരക്ഷണയിലായിരിക്കുന്നു. അവനതാ നനഞ്ഞു സൗരഭ്യപൂർണമായ ഒരു കറിവേപ്പില കൂമ്പാരത്തിൻ്റെ ജലാശയ തണുപ്പിലേക്ക് മുങ്ങിപ്പോകുന്നു. ഹൃദയവതിയായ ഒരു സ്ത്രീയുടെ ഉൾവഴികൾ. ഒരസാധാരണയായ സ്ത്രീയുടെ ഡയറിയെന്നോ വ്യത്യസ്ത വനിതയുടെ ലോകമെന്നോ അറിയപ്പെടാൻ പോകുന്ന ഈ ഡയറി വായിച്ചു സമാപിപ്പിക്കുന്ന വായനക്കാരൻ ഉയർത്തി നിശ്വസിക്കുമോ? കണ്ണുകളടച്ച് മൗനം പാലിക്കുമോ? എൻ്റെ പ്രസാധക സ്നേഹിത, എന്താണു സംഭവിക്കുക? എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ എൻ്റെ നേരെ പൊട്ടിത്തെറിച്ചു.
ഡയറി എൻ്റെ നേരെ തള്ളി. ഇനി ഇതു നീ തന്നെ സൂക്ഷിച്ചോ. ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കുന്നതിനിടയിൽ അവൻ മേശവലിപ്പിൽ നിന്നൊരാഴ്ചപ്പതിപ്പ് എൻ്റെ മുമ്പിലേക്ക് നിവർത്തിയിട്ടു. മേശയുടെ സ്ഫടിക പ്രതലത്തിൽ ജീവിതത്തിൻ്റെ വാതിൽ എന്ന നീണ്ട കഥയുടെ വാചകങ്ങളും വരകളും എഴുതിയിരിക്കുന്നത് മുംതാസ്. കഥയുടെ ആദ്യ വാചകം ഞാൻ വായിച്ചു. എൻ്റെ ജീവിതമാകെ ഭൂതകാലത്തിൻ്റെ അതിരുകൾ വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോ സ്ത്രീയുടെയും രഹസ്യ ജീവിതം തൻ്റെ ഭൂതകാലത്തിൻ്റെ ആക്രമണം നിറഞ്ഞതായിരിക്കുന്നതുപോലെ. സാഹിത്യവും ജീവിതവും തമ്മിലുള്ള ബന്ധവും അന്തരവും വെളിപ്പെടാതെ ഞാൻ പിന്നെയും ആ വരികൾ തന്നെ വായിച്ചുകൊണ്ടിരുന്നു. അതിനു മുകളിൽ മുംതാസിൻ്റെ ഫോട്ടോ, ചെറിയ ഒരു ജാലകചതുരത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുംതാസ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.